യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ചായെങ്കിലും വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങുന്നതാണ് കേട്ടോ. അതിൻ്റേതായ അപാകതകളൊക്കെ ഈ വീഡിയോയിലുണ്ടാവും. കറക്റ്റായിട്ടൊന്നും എടുക്കാൻ അറിയത്തില്ല, എന്നാലും ഒരു വിധമൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ രാവിലെ എണീറ്റിട്ട് വീഡിയോ എടുത്ത് പതുക്കെ നോക്കാം, ശരിയാവുകയാണെങ്കിൽ ഇടാം എന്നോർത്തിട്ട് എന്നാൽ നമ്മുടെ വീട്ടിൽ തന്നെ തുടങ്ങാമെന്ന് ഓർത്തിട്ട് അലാറമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. പക്ഷേ 5 മണിക്ക് അടിച്ചു, 5:30 അടിച്ചു, എണീറ്റപ്പോൾ 6 മണി കഴിഞ്ഞു. പിന്നെ ഒരു ഓട്ട പ്രതീക്ഷയാണ്, കാരണം 9 മണിക്ക് എനിക്ക് ജോലിക്ക് പോകണം. മോന് 8:15 സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. അതിന് മുന്നേ ചോറും കറികളും ഒക്കെ ആവണം. പിന്നെ അവനുള്ളത് ലഞ്ചിനുള്ളത്, ലഞ്ചായിട്ട് ചോറ് കൊണ്ടുപോകുന്നില്ല, എന്നാലും അതിനുള്ളത് ഒക്കെ ചെയ്യണം. അപ്പോൾ അത് വേഗം തന്നെ അരി കഴുകി വെള്ളം അടുപ്പത്ത് വെച്ചു. പരിപ്പ് കഴുകുന്നു. പുട്ടും പരിപ്പും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മിക്ക ദിവസവും പുട്ടൊക്കെ തന്നെ ആയിരിക്കും, കറികൾ മാറി മാറി വരുവേ ഓരോ ദിവസം. അപ്പോൾ അതേ പരിപ്പ് ഞാനിട്ടു. അപ്പോൾ ഇപ്പുറത്ത് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടാവട്ടെ. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, തൊണ്ടവേദനയാണ് ഇന്നലെ തുടങ്ങി. അപ്പോൾ എണീക്കാൻ വൈകിയതും അതൊരു കാരണം തന്നെയാണ്. മടിയാവുന്നു, രാവിലെ എണീക്കുമ്പോൾ തൊണ്ടയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതേ വെള്ളം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരി കഴുകിയിടട്ടെ വേഗം. ഇപ്പോൾ വീഡിയോസൊക്കെ എന്നെക്കൊണ്ടാവുന്ന വിധത്തിലാണ് ഇട്ടിരിക്കുന്നത്. അത് ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. പരിമിതികളുണ്ട്, എല്ലാത്തിലും ക്ഷമിക്കുക. അപ്പോൾ അതേ അരി തിളച്ചിട്ടുണ്ട്. ഞാൻ തെർമൽ കുക്കറിലോട്ട് ഇറക്കി വെക്കുവാണ്. അപ്പോൾ ഒരു 1.5 മണിക്കൂർ എനിക്ക് 9 മണിക്കാണ് പോകേണ്ടത്. അപ്പോൾ 8:45 ആകുമ്പോൾ ഞാൻ ചോറടക്കും. അപ്പോഴത്തേക്ക് ആവും കേട്ടോ അത്. പിന്നെ പച്ചക്കറി വെക്കണം, എല്ലാ ദിവസവും ഒരു പച്ചക്കറി വയ്ക്കും. അപ്പോൾ ബീൻസ് ഉണ്ടായി ഫ്രിഡ്ജിൽ, കുറച്ച് ബീൻസ്, ചെമ്മീൻ ഇരിപ്പുണ്ട്, കുറച്ച് തേങ്ങാപ്പീരയും കൂടി ഇട്ട് ഒരു കറി ബീൻസ് അത് വയ്ക്കണം. പിന്നെ ഇപ്പുറത്ത് തന്നെ പരിപ്പ് കറി വയ്ക്കുന്നുണ്ട്. പരിപ്പ് വെന്തായിരുന്നു, പരിപ്പ് താളിച്ച് പരിപ്പ് മുട്ടും. ഇനി പുട്ടുണ്ടാക്കണം. അപ്പോൾ പുട്ട് ഒരു 3 മണിയോളം ഉണ്ടാക്കും കേട്ടോ. കാരണം വൈകുന്നേരവും ഹസ്ബൻഡൊക്കെ ജോലി കഴിഞ്ഞ് വരുമ്പോഴും, പക്ഷെ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴൊക്കെ രാവിലെ എന്താണോ ഉള്ളത് അത് തന്നെയായിരിക്കും കഴിക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അത് തന്നെയായിരിക്കും. മോൻ മാത്രം സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവനുള്ളത് സെപ്പറേറ്റ്, എന്തെങ്കിലും അവനാവശ്യമുള്ള എന്തെങ്കിലും സെപ്പറേറ്റ് ഉണ്ടാക്കുമല്ലോ, മാഗിയോ നൂഡിൽസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇത് പുട്ടും വേഗം വേഗം ജോലി ചെയ്യുവാണെങ്കിൽ വേഗം വേഗം ആക്കിയിട്ടുണ്ട്. ഇത് കാസ്ട്രോളിലിട്ട് അടച്ചു വെക്കുവാണ്, ചൂട് പോകാതിരിക്കാൻ. ഇനിയൊരു മീൻ കറി വെക്കണം. അപ്പോൾ വീട്ടിൽ മീൻ നേരത്തെ മേടിച്ച് വെക്കും, 2 കൂട്ടമൊക്കെ മേടിച്ച് വെക്കും. അപ്പോൾ ഫ്രിഡ്ജിൽ ക്ലീൻ ചെയ്ത് വെക്കും. അപ്പോൾ രാവിലെ വേഗം പണി ചെയ്യാമല്ലോ. അപ്പോൾ മീൻ കറി ആക്കുവാണേ. അപ്പോൾ തേങ്ങ അരച്ചാണ് മിക്കപ്പോഴും വെക്കാറ്, കാരണം ഒരു ദിവസത്തിൽ കൂടുതൽ നിൽക്കും അത്. അപ്പോൾ അത് തേങ്ങ അരച്ചിട്ടുണ്ട്, തേങ്ങ മുളകും കൂടി അരച്ച് അതിൻ്റെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കൂടി ചതച്ചതും ഒട്ടുപൊളിയിട്ട് മീനിൻ്റെ ചാറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ചിട്ടുണ്ട്. മീൻ കഷ്ണങ്ങളും കൂടി ഇട്ട് അതങ്ങ് മൂടി ഇറക്കുവാണേ. വേപ്പില നമുക്ക് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫ്രഷ് വേപ്പിലയാണ്, നമുക്ക് മരമുണ്ട് വീടിൻ്റെ ബാക്ക് സൈഡിൽ. ഇനി മീൻ വറുക്കണം. വറുക്കാനായിട്ട് പുരട്ടി വെച്ച്. ഇവിടെ എല്ലാവർക്കും മീൻ വറുത്തത് ഭയങ്കര ഇഷ്ടമാണ്, മിക്കവരും കഴിക്കും. ഉച്ചയ്ക്ക് ഉണ്ണാൻ മീൻ വറുത്തത് മസ്റ്റാണ്. അപ്പോൾ മീൻ വറുത്തതും വേഗം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ചായക്ക് വെക്കണം. ഇതിനിടയിൽ മോന് ഞാൻ ഭക്ഷണം കൊടുത്തിട്ടോ. അവൻ ചായ കുടിക്കില്ല, കാരണം ഷുഗർ ഫ്രീ ഡയറ്റൊന്നും പറഞ്ഞാൽ ഇപ്പോൾ ചായ കുടിക്കുന്നില്ല. അപ്പോൾ അവന് ഞാൻ പുട്ടും പരിപ്പ് കറിയും കൊടുത്തു ഇതിനിടയിൽ. ബാക്കി ഞങ്ങൾക്ക് 4 പേർക്കുള്ള ചായ റെഡിയാക്കി. ഇനി അവനുള്ള ലഞ്ചെന്ന് പറയാൻ പറ്റില്ല, അവൻ ചോറ് കൊണ്ടുപോകുന്നില്ല. അവന് പറഞ്ഞ് ഞാൻ കുറച്ച് പത്തിരി കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായി. അപ്പോൾ അതും പരിപ്പ് കറിയും ഒരു മുട്ട പുഴുങ്ങിയതും ഒരു ചിക്കൻ വറുത്തതും കൂടി ആ നേരം കൊണ്ട് ചോറുമായി. 8:45 ആകാറായി, ചോറുമായി. അപ്പം ഞാൻ ചോറും അടച്ച് അവിടെയൊക്കെ ഒന്ന് വേഗം ക്ലീനാക്കി. കുറച്ച് സമയമേ ഉള്ളൂ, അപ്പോൾ അതിനുള്ളിൽ ഞാൻ വേഗം ക്ലീൻ ചെയ്ത് പിന്നെ ഇനി എനിക്കുള്ള ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യണം. എനിക്ക് 9 മണിക്ക് പോകണമല്ലോ. വീടിനടുത്ത് തന്നെയാണ് ഓഫീസ്, ഒരു 5 മിനിറ്റത്തേക്കുള്ളൂ. ഹസ്ബൻഡ് കൊണ്ടാകും. അപ്പോൾ എനിക്കുള്ള ലഞ്ച് ബോക്സും ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ച് ഇനി ഞാൻ വേഗം പോയി കുളിക്കട്ടെ. അത് കഴിഞ്ഞ് എനിക്കുള്ള ചായ ഞാൻ എടുക്കുവാണ്. കുളിയൊക്കെ കഴിഞ്ഞ് ചായയും ഞാൻ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ റെഡിയായിട്ട് വേഗം പോട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.